ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലേ? എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിച്ചത് നമ്മളുടെ ഡൈജഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഡൈജഷന്റെ ഫലമായിട്ടുണ്ടായ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്തതെന്നുമാണ് അല്ലേ? ആരായിരുന്നു അതിന് ഹെൽപ്പ് ചെയ്തത്? ബ്ലഡും അതുപോലെ തന്നെ ലിംഫുമാണ് വേരിയസ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സഹായിച്ചത് ഇല്ലേ? ഇനി നമ്മളിൽ മാത്രമല്ല മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്, പ്ലാന്റ്സിലും എന്ത് ചെയ്യാറുണ്ട്? പദാർത്ഥ സംവഹനം നടക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിലെ പദാർത്ഥ സംവഹനമാണ്. അപ്പൊ ഈ സസ്യങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത് വാസ്കുലാർ ടിഷ്യൂസ് ആണ് അല്ലെ, അല്ലെങ്കിൽ സംവഹന കലകളാണ്. അപ്പൊ വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ് 2 types ഓഫ് വാസ്കുലാർ ടിഷ്യൂസ്? അതായത് ഒന്നെന്ന് പറയുന്നത് സൈലം, 2 ഫ്ലോയം. അപ്പൊ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും സഹായത്തോടു കൂടിയാണ് പ്ലാന്റ്സിൽ എന്ത് നടക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈലം. സൈലം ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീവ്സ്. അതായത് വേരുകളിൽ നിന്ന് ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫ്ലോയം എന്താണ് ചെയ്യുന്നത്? ഫ്ലോയം ക്യാരിങ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതായത് പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇലകളിൽ നിന്നും ആഹാരം എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. അപ്പൊ സൈലം എന്ന് പറയുന്നത് വേരിൽ നിന്നും അല്ലെങ്കിൽ റൂട്ടിൽ നിന്നും വാട്ടറും മിനറൽസും എവിടേക്ക് എത്തിക്കുന്നു? ലീവ്സിലേക്ക് എത്തിക്കുന്നു. ഇനി ലീഫ് പ്രിപ്പയർ ചെയ്ത ഫുഡ്, അതായത് ഫോട്ടോസിന്തസിസിന് ശേഷം എന്തുണ്ടാകും? ഗ്ലൂക്കോസ് ഉണ്ടാകും അല്ലെ? ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുക? പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കുക. അപ്പൊ ഗ്ലൂക്കോസ് ആയിട്ടല്ല അത് പോകുന്നത്, സുക്രോസ് ആയിട്ടാണ്. അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ടുണ്ടായ ഫുഡ് മെറ്റീരിയൽസിനെ ആരാണ് വഹിച്ചുകൊണ്ട് പോകുന്നത്? ഫ്ലോയമാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും സ്ട്രക്ചറാണ്. അപ്പൊ സൈലം എന്ന് പറയുമ്പോൾ സൈലത്തിനകത്തില് 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ട്രക്കീഡ്സ് ആൻഡ് വെസൽസ്. അപ്പൊ ഇതിനകത്തില് ട്രക്കീഡ്സ് എന്ന് പറയുമ്പോൾ അവര് ഡെഡ് സെൽസ് ആണ്, അതായത് നിർജീവ കോശങ്ങളാണ് അല്ലെങ്കിൽ മൃതകോശങ്ങളാണ്, ജീവനില്ല. ഈ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, അതായത് നല്ല നീളമുള്ള സ്പിൻഡിൽ ആകൃതിയിലുള്ള സെൽസ് ആണ് ഏതെന്ന് പറയുന്നത്? ട്രക്കീഡ്സ്. ഇനി ഈ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് ഫോംസ് വെയിൻസ് ഇൻ ദ ലീവ്സ്, അതായത് ഇലകളിലെ വെയിൻസ് അല്ലെങ്കിൽ ഞരമ്പുകളായിട്ട് രൂപപ്പെടുന്ന ആരാണ്? ട്രക്കീഡ്സ് ആണ്. അപ്പൊ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് സൈലത്തിലുള്ള ഡെഡ് സെൽസ് ആണ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, ലോങ് ആണ്, നീളമുള്ളതാണ്. അതുകൂടാതെ ഇത് എന്തായിട്ട് ഫോം ചെയ്യുന്നുണ്ട്? ലീവ്സിലെ വെയിൻസ് ആയിട്ട്, അതായത് ഇലകളിലെ ഞരമ്പുകളായിട്ട് രൂപപ്പെടുന്ന ആരാണ്? ട്രക്കീഡ്സ് ആണ് അല്ലെ? ഇനി അടുത്തതെന്ന് പറയുന്നത് വെസൽസ്. വെസൽസ് എന്ന് പറയുന്നതും ഡെഡ് സെൽസ് ആണ്, അതും നിർജീവ കോശങ്ങളാണ് അല്ലെങ്കിൽ മൃതകോശങ്ങളാണ്. അപ്പൊ ഈ വെസൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ക്രോസ് വാൾസ് ഒന്നുമില്ല. ക്രോസ് വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുകെയുള്ള ഭിത്തികൾ. നമുക്കറിയാം സെല്ലിനിടയ്ക്ക് എന്തുകൊണ്ട്? സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ സൈലം വെസലിനിടയ്ക്കുള്ള കുറുകെയുള്ള ഭിത്തി എന്ന് പറയുന്നത് ഡിസിന്റഗ്രേറ്റഡ് ആണ്. ഡിസിന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നശിക്കപ്പെട്ടതാണ്, അതായത് അതിന് കുറുകെ എന്തില്ല? ഭിത്തിയില്ല. അപ്പൊ കുറുകെ ഭിത്തി ഇല്ലാത്തത് കൊണ്ട് ഈ വെസലുകൾ എന്ന് പറയുന്നത് ലോങ് പൈപ്പായിട്ട് കാണപ്പെടും, അതായത് നീളമുള്ള പൈപ്പുകളായിട്ടാണ് ആര് കാണപ്പെടുന്നത്? വെസൽസ്. അപ്പൊ ഈ നീളമുള്ള പൈപ്പുകളിൽ കൂടിയായിരിക്കും വാട്ടറും മിനറൽസും എവിടേക്ക് എത്തുന്നത്? ലീവ്സിലേക്ക് എത്തുന്നത്. അപ്പം വാട്ടറും മിനറൽസും റൂട്ടിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? സൈലത്തിന്റെ 2 ടൈപ്പ് സെൽസ് ആണ്. ഏതൊക്കെയാണ്? വെസൽസും ട്രക്കീഡ്സും. അപ്പൊ വെസൽസ് എന്ന് പറയുന്നത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? വെസൽസ് ആണ് ലോങ് പൈപ്പായിട്ട് രൂപപ്പെടുന്നത്. അതായത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്കുള്ള ക്രോസ് വാൾസ് അല്ലെങ്കിൽ കുറുകെയുള്ള ഭിത്തികളെല്ലാം എന്ത് ചെയ്യപ്പെട്ടു? നശിക്കപ്പെട്ടു. അപ്പൊ നശിച്ചു പോയത് കൊണ്ട് കുറുകെയുള്ള ഭിത്തികളൊന്നും ഇല്ലാത്തതിനാൽ അത് നീളമുള്ള കുഴലുകളായിട്ട് രൂപപ്പെടുന്നു. അപ്പൊ കുഴലുകളായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതിലൂടെ എന്ത് കടന്നു പോകാൻ പറ്റുന്നത്? വാട്ടറും മിനറൽസും. ഇനി ഫ്ലോയം എന്ന് പറയുന്നത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ലീവ്സ് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കുന്ന ആരാണ്? ഫ്ലോയമാണ്. അപ്പൊ ഫ്ലോയത്തിൽ ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് സെൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സീവ് ട്യൂബ്സ്, 2 കമ്പാനിയൻ സെൽസ്. അപ്പൊ സീവ് ട്യൂബ് അല്ലെങ്കിൽ സീവ് നാളികൾ എന്ന് പറയുമ്പോൾ ഇവരും ഓരോരോ സെല്ലുകളാണ്. സെല്ലുകൾ എന്ന് പറയുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവരെന്ന് പറയുന്നതാണ് ഫുഡ് മെറ്റീരിയൽസ്, അതായത് സീവ് ട്യൂബ്സ്, സീവ് നാളികളാണ് ഫുഡ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവരുടെ ഇടയ്ക്കുള്ള ക്രോസ് വാൾസിനകത്തിൽ അല്ലെങ്കിൽ കുറുകെയുള്ള ഭിത്തികളിൽ സ്മോൾ പോർസ് ഉണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങൾ. അപ്പൊ ഈ ക്രോസ് വാളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് ഈ സൈറ്റോപ്ലാസം ഇന്റർ കണക്റ്റഡ് ആണ്, അതായത്
ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസം കോശദ്രവ്യവും അടുത്ത സെല്ലിന്റെ സൈറ്റോപ്ലാസവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കണക്ഷൻ വന്നത്? ഇവിടെ എന്ന് പറയുന്നത് ഈ സീവ് ട്യൂബ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് സ്ഥിതി ചെയ്യുന്ന സെൽസ് ആണ് അല്ലെ. അപ്പൊ ആ സെല്ലിനടിക്കുള്ള സെൽ വാൾ അല്ലെങ്കിൽ ക്രോസ് വാൾ എന്ന് പറയുന്ന കുറുകെയുള്ള ഭിത്തികൾ അത് അടങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനകത്തിൽ കൂടി ഫുഡ് മെറ്റീരിയൽസിന് പോകാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ആ ക്രോസ് വാളിനകത്തിൽ എന്തുകൊണ്ട് പോർസ്, ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളിലൂടെയാണ് ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഈ സീവ് ട്യൂബ്സിനോട് ചേർന്നിരിക്കുന്ന സെൽസ് ആണ് ഏതെന്ന് പറയുന്നത് കമ്പാനിയൻ സെൽസ് അല്ലെങ്കിൽ സഹകോശങ്ങൾ. സീവ് ട്യൂബിനോടൊപ്പം ചേർന്ന് നിന്ന് ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നു? കമ്പാനിയൻ സെല്ല് സഹായിക്കുന്നു. അപ്പൊ സൈലത്തിന് ആദ്യം ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? വെസൽസ് ആണ്. ഇനി വെസലിനോടൊപ്പം തന്നെ എന്ത് കൂടിയുണ്ട്? ട്രക്യൂട്സ് ഉണ്ട്. രണ്ടും ബ്ലഡ് സെൽസ് ആണ്. ഇനി ഫ്ലോയം എന്ന് പറയുമ്പോൾ ഫ്ലോയത്തിനകത്തില് ഫുഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് മെയിൻ ആയിട്ട് സീവ് ട്യൂബ് ആണ്. സീവ് ട്യൂബ്സിനോടൊപ്പം തന്നെ കമ്പാനിയൻ സെല്ലും ഫുഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് റൂട്ടിൽ നിന്നും വാട്ടർ ലീവ്സിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സോയിലിൽ എന്തോ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ. ആ വാട്ടർ എന്ന് പറയുന്നത് ഓസ്മോസിസിലൂടെ, അപ്പൊ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ മോളിക്യൂൾസ് എപ്പോഴും എങ്ങനെയാണ് സഞ്ചരിക്കുക? ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമെബിൾ മെമ്പറൈൻ അല്ലെ. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓസ്മോസിസ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് ഫ്രം സോയിൽ, അതായത് ജലതന്മാത്രകൾ സോയിലിൽ നിന്നും എവിടേക്ക് പ്രവേശിക്കുന്നു? റൂട്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ റൂട്ടിനകത്തിൽ വാട്ടറിന്റെ അളവ് എന്ത് ചെയ്തു? കൂടി അല്ലെ. അപ്പൊ അവിടെ ഒരു പ്രഷർ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മർദ്ദം അനുഭവപ്പെടും. അതായത് സോയിലിൽ നിന്നും ഓസ്മോസിസിലൂടെ വാട്ടർ എവിടേക്ക് എൻ്റർ ചെയ്തു? റൂട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അവിടെ റൂട്ടിൽ ഒരു പ്രഷർ അനുഭവപ്പെടും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് പ്രഷർ എന്ന് വിളിക്കും. അതായത് വേരിലുണ്ടായ മർദ്ദം, ജലത്തിന്റെ മർദ്ദമാണ്. അപ്പൊ ആ റൂട്ട് പ്രഷറിന്റെ സഹായത്തോടു കൂടി ആ വാട്ടർ എന്ന് പറയുന്നത് സൈലത്തിലേക്ക് കടക്കും. അപ്പൊ നമുക്കറിയാം സൈലത്തിനകത്തിൽ കൂടിയാണ് എന്ത് കടന്നു പോകുന്നത്? വാട്ടർ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ആ വാട്ടർ എന്ന് പറയുന്നത് റൂട്ട് പ്രഷറിന്റെ സഹായത്തോടു കൂടി വാട്ടർ എവിടേക്ക് പ്രവേശിച്ചു? സൈലം ട്യൂബ്സ് അല്ലെങ്കിൽ സൈലം കുഴലുകളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഈ സൈലത്തിനകത്തിൽ ഇപ്പൊ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലെ. അപ്പൊ ആ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണ ബലമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കൊഹിഷൻ എന്ന് വിളിക്കും. അപ്പൊ ആ ജലതന്മാത്രകൾ പരസ്പരമുള്ള ഒരു ആകർഷണ ബലവും അതോടൊപ്പം തന്നെ ആ വാട്ടർ മോളിക്യൂൾസ് ഇരിക്കുന്ന എവിടെയാണ്? സൈലത്തിനകത്തിലാണ് അല്ലെ. സൈലം ട്യൂബിന്റെ വാളും ഭിത്തിയും വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അഡ്ഹീഷൻ എന്ന് വിളിക്കും. അപ്പൊ ഈ കൊഹിഷന്റെയും അഡ്ഹീഷന്റെയും സഹായത്തോടു കൂടി സൈലത്തിലൂടെ വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ്? ലീവ്സിലേക്കാണ് എത്തേണ്ടത് അല്ലെ. അപ്പം സൈലത്തിലൂടെ ഈ വാട്ടർ മോളിക്യൂൾസ് പോകാനായിട്ട് സഹായിച്ചത് ഏതൊക്കെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്? കൊഹിഷൻ ആൻഡ് അഡ്ഹീഷൻ. എന്താണ് കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്, ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് കൊഹിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് വാൾസ് ഓഫ് സൈലം വെസൽ ഈസ് കാൾഡ് അഡ്ഹീഷൻ. അതായത് ജലതന്മാത്രകളും സൈലം വെസലുകളുടെ ഭിത്തിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ അല്ലെങ്കിൽ ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് അഡ്ഹീഷൻ. അപ്പൊ ഈ കൊഹിഷന്റെയും അഡ്ഹീഷന്റെയും സഹായത്തോടു കൂടി വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? സൈലത്തിലൂടെ മുകളിലേക്ക് പോകുന്നു. ഇനി ഈ വാട്ടർ മോളിക്യൂൾസ് എവിടേക്കാണ് എത്തേണ്ടുന്നത്? ലീവ്സിലേക്കാണ് അല്ലെ. അപ്പൊ എക്സസ് ആയിട്ട് വാട്ടർ മോളിക്യൂൾസ് വരികയാണെങ്കിൽ ആ വാട്ടർ വേപ്പർ ആയിട്ട് അല്ലെങ്കിൽ നീരാവിയായിട്ട് ഇലകളിൽ നിന്ന് നഷ്ടപ്പെടും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ സസ്യസ്വേദനം എന്ന് വിളിക്കും. അപ്പൊ ലീവ്സിലൂടെ വാട്ടർ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടും, ജലനഷ്ടം ഉണ്ടാകുന്നു. ആ ജലനഷ്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്പിറേഷൻ. അപ്പൊ ഈ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ സസ്യസ്വേദനത്തിന്റെ ഫലമായിട്ടും ഒരു പുൾ അല്ലെങ്കിൽ ഒരു വലിവ് അനുഭവപ്പെടുന്നു. അതായത് താഴെ നിന്നും വെള്ളത്തെ മുകളിലേക്ക് വലിക്കുന്നു അവിടെയുള്ള സെൽസ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ മുകളിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ എല്ലാം വാട്ടർ മുകളിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? ഓസ്മോസിസിലൂടെയാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ജലത്തിന്റെ സംവഹനമാണ് പറഞ്ഞത്. അപ്പൊ ജലം എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സോയിൽ അല്ലെങ്കിൽ മണ്ണിലാണ്. സോയിലിൽ നിന്നും വാട്ടർ ഓസ്മോസിസിന്റെ സഹായത്തോടു കൂടി എവിടേക്ക് പ്രവേശിക്കുന്നു? റൂട്ട് അല്ലെങ്കിൽ വേരിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ആ റൂട്ടിനകത്തിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അനുഭവപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേര് റൂട്ട് പ്രഷർ. ആ റൂട്ട് പ്രഷറിന്റെ സഹായത്തോടു കൂടി വാട്ടർ എവിടേക്ക് പ്രവേശിക്കുന്നു? സൈലം ട്യൂബ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു, സൈലം കുഴലുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ അവിടെ രണ്ടു തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? കൊഹിഷൻ ആൻഡ് അഡ്ഹീഷൻ. അതിന്റെ രണ്ടിന്റെയും സഹായത്തോടു കൂടി വാട്ടർ മോളിക്യൂൾസ് മുകളിലേക്ക് അതായത് ലീവ്സിലേക്ക് പോകുന്നു. ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രോസസ്സും വാട്ടർ മോളിക്യൂൾസ് ലീവ്സിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ട്. അത് ഏത് പ്രോസസ്സാണ്? ട്രാൻസ്പിറേഷൻ ആണ് അല്ലെ. എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? ലോസ് ഓഫ്
വാട്ടർ ഫ്രം ലീവ്സ് ആസ് വാട്ടർ വേപ്പർ. അതായത് ഇലകളിൽ നിന്ന് ജലം നീരാവിയായി നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ സസ്യസ്വേദനം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രക്രിയകളുടെ സഹായത്തോടു കൂടിയാണ് വാട്ടർ എന്ത് ചെയ്തത്, ലീവ്സിലേക്ക് എത്തിയത്. ഏതൊക്കെ പ്രോസസ്സസ് ആണ് സഹായിച്ചത്? 1 റൂട്ട് പ്രഷർ, 2 കൊഹിഷൻ, 3 അഡ്ഹീഷൻ, 4 എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ. അപ്പൊ ഈ പ്രക്രിയകളിലൂടെ വേരിൽ നിന്നും ജലം ഇപ്പൊ എവിടേക്ക് എത്തി, ലീവ്സിലേക്ക് എത്തി. ഇനി ലീവ്സിൽ ജലമൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജലത്തിന്റെ കൂടെ തന്നെ എന്ത് കാണും, മിനറൽസ് ഒക്കെ കാണും. ഇനി ഇത് കൂടാതെ തന്നെ ആ ലീവ്സിനകത്തിൽ വെച്ചിട്ട് ഈ വാട്ടറിന്റെ ഒക്കെ സഹായത്തോടു കൂടി എന്ത് നടക്കുന്നു, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കും അല്ലെ. ആ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് എന്തുണ്ടാകും, ഗ്ലൂക്കോസ് ഉണ്ടാകും. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് ഫുഡ്. അതായത് ഇപ്പോൾ ഓൾറെഡി ഫോട്ടോസിന്തസിസ് നടന്നു, അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഗ്ലൂക്കോസ് ഉണ്ടായി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഇനി എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ ആണ് അല്ലെ, അതായത് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകും. അതിനെ ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, സുക്രോസ് ആക്കി മാറ്റി. സുക്രോസ് എന്ന രൂപത്തിലാണ് ഫ്ലോയത്തിലൂടെ എന്ത് കടന്നു പോകുന്നത്, ഫുഡ് മെറ്റീരിയൽ കടന്നു പോകുന്നത്. അപ്പൊ ആ സുക്രോസ് എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്, ലീവ്സിലാണ് അല്ലെ. അതായത് ലീവ്സിലുണ്ടായ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറ്റപ്പെട്ടു, സുക്രോസ് ആയിട്ട് മാറ്റപ്പെട്ടു. ആ സുക്രോസ് എന്ന് പറയുന്നത് എവിടേക്ക് കടക്കുന്നു, ഫ്ലോയത്തിലുള്ള സീവ് ട്യൂബ്സിലേക്ക് കടക്കുന്നു. അതായത് ഫ്ലോയത്തിലുള്ള സീവ് നാളിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ അങ്ങനെ സീവ് നാളിയിലേക്ക് സ്വയം പ്രവേശിക്കുകയൊന്നുമില്ല, ഒരു എനർജി അപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു എനർജിയുടെ അല്ലെങ്കിൽ ഊർജത്തിന്റെ സഹായത്തോടു കൂടി ആ സുക്രോസ് എവിടേക്ക് പ്രവേശിക്കുന്നു, ഫ്ലോയത്തിലുള്ള സീവ് ട്യൂബ്സിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഇപ്പൊ സീവ് ട്യൂബ്സിനകത്ത് അല്ലെങ്കിൽ സീവ് നാളിക്കുള്ളിൽ സുക്രോസിന്റെ കോൺസെൻട്രേഷൻ, ഗാഢത കൂടുതലാണ് അല്ലെ. അപ്പൊ അവിടെ സുക്രോസിന്റെ ഗാഢത കൂടുന്നതിന്റെ ഫലമായിട്ട് തൊട്ടടുത്ത സൈലന്റ് ട്യൂബിൽ നിന്നും വാട്ടർ എവിടേക്ക് എൻ്റർ ചെയ്യും, സീവ് ട്യൂബ്സിനുള്ളിലേക്ക് പ്രവേശിക്കും. അതായത് സൈലോ ഇവിടെ ഉണ്ട്, അപ്പൊ സൈലത്തിനുള്ളിൽ കൂടിയാണ് വാട്ടർ പോകുന്നത് അല്ലെ. അപ്പൊ സുക്രോസിന്റെ അളവ് സീവ് ട്യൂബിൽ കൂടിയത് കൊണ്ട് തൊട്ടടുത്തുള്ള സൈലന്റ് ട്യൂബിൽ നിന്നും വാട്ടർ എവിടേക്ക് പ്രവേശിക്കുന്നു, ആ സീവ് ട്യൂബിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ സീവ് ട്യൂബിൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് അതിന് ഒരു പ്രഷർ ഉണ്ടാകുന്നു. അതായത് ആ അവിടെയുള്ള സെല്ലുകൾ എന്ന് പറയുന്നത് വീർത്തു വരുന്നു. അതിനെ വിളിക്കുന്ന ആ പ്രഷറിനെ, അതായത് ആ സെല്ലിനകത്തിലുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ടർഗർ പ്രഷർ എന്ന് പറയും. അതായത് വാട്ടർ ആ സെല്ലിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്ക് ആ സെല്ലുകൾ എന്ത് ചെയ്തു വരുന്നു, സെല്ലിന്റെ സെൽ മെംബ്രെയിൻ പുറത്തേക്ക് വലിയുന്നു. അപ്പൊ ആ പുറത്തേക്ക് വലിയുമ്പോൾ ആ സെൽ എന്ന് പറയുന്നത് വലിപ്പം വെക്കുന്നു അല്ലെ. അപ്പൊ അവിടെ ഒരു പ്രഷർ രൂപപ്പെടും. ആ പ്രഷറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ടർഗർ പ്രഷർ. അപ്പൊ ടർഗർ പ്രഷറിന്റെ സഹായത്തോടു കൂടി ഇപ്പൊ സുക്രോസ് എന്ന് പറയുന്നത് ഇതുവഴി കടന്നു പോകും, സീവ് ട്യൂബിലൂടെ കടന്നു പോകും. ഇനി ഈ സീവ് ട്യൂബിലൂടെ അത് എവിടേക്ക് പ്രവേശിക്കുന്നു, സെൽസ് അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. പ്ലാന്റ് സെൽസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സുക്രോസ് എടുക്കുന്നു, അധികമുള്ളതിനെ വിവിധ രൂപങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് ഹെറ്ററോട്രോപ്സ് യൂസ് ചെയ്യുന്നത്. ആരാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ, പരപോഷികൾ, നമ്മളെ പോലെയുള്ള ആനിമൽസ്, ജന്തുക്കൾ. നമുക്കൊന്നും ഫോട്ടോസിന്തസിസിനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവർ ഫോട്ടോസിന്തസിസിലൂടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഫുഡ്, അതായത് പല രൂപത്തിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർഡ് ഫുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാവും അല്ലെ. അത് പ്ലാന്റ്സിലും ഉണ്ടാകും, ആനിമൽസിലും ഉണ്ടാകും. അതിനെ ഇനി എങ്ങനെയാണ് പുറത്തള്ളുന്നതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.